ഈദ്ഗാഹിൽ സന്ദർശിക്കുന്ന തിരക്കിലാണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജ്. LDF സ്ഥാനാർത്ഥി സ്വരാജ് നമുക്കൊപ്പം നിലമ്പൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ എം സ്വരാജ്. ഗുഡ് മോർണിംഗ്. പെരുന്നാൾ ഉഷാറല്ലേ? പെരുന്നാൾ ദിവസത്തിൽ കൂടുതൽ ആളുകളെ കാണാൻ ഈദ്ഗാഹുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ പ്രതിനിധി സംഘം അറിയിച്ചത്. അതെ, സ്ഥാനാർത്ഥിയുടെ മണ്ഡലം പര്യടന പരിപാടികൾക്ക് പെരുന്നാൾ പ്രമാണിച്ച് ഇന്ന് ഒരു അവധി കൊടുത്തിരിക്കുകയാണ്. നാളെ പര്യടനം പുനരാരംഭിക്കും. ഇന്ന് രാവിലെ ഞങ്ങൾ ചില ഈദ്ഗാഹുകൾ സന്ദർശിക്കുന്നു, സുഹൃത്തുക്കളെ കാണുന്നു. അങ്ങനെ പെരുന്നാളാഘോഷത്തിൻ്റെ ഭാഗമായി മാറാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലെ ഒരു ഇടവേളയാണെന്ന്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ടാവുമല്ലോ? ഉറപ്പായിട്ടും. ഞാൻ പ്രേക്ഷകരോട് പറയായിരുന്നു, ഞാനിന്ന് മട്ടൺ കീമ ബിരിയാണിയാണെന്ന്. എം സ്വരാജിന്റെ ഇഷ്ട വിഭവം എന്താണ്? ഈ പെരുന്നാളാകുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം ആയിരിക്കുമല്ലോ ഇന്നത്തെ ഉച്ചഭക്ഷണം. അല്ല, ഭക്ഷണമൊക്കെ എല്ലാ ഭക്ഷണവും ഇഷ്ടം തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവത്തിൽ പെട്ടത് തന്നെയാണ്. ഇന്ന് ചുങ്കത്തറയിൽ ഒരിടത്തു നിന്നാണ് ഉച്ചഭക്ഷണം കഴിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ഈ മൈലാഞ്ചി ഇടുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കുറച്ചു മുമ്പ് പങ്കുവച്ചിരുന്നു. അപ്പോൾ ത്യാഗവും സമർപ്പണവും, അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ ബലിപെരുന്നാളാകുമ്പോൾ ത്യാഗവും സമർപ്പണവുമാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നിലമ്പൂരിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറെടുത്തല്ലേ? സ്വന്തം ഇടമാണ്, സ്വന്തം നാടാണ്, അവിടേക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ള വരവ്. ഈ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അജഞ്ചലമായ വിശ്വാസത്തിൻ്റെയും എല്ലാം സ്മരണകൾ ഉണർത്തുന്നതാണ് വലിയ പെരുന്നാൾ. ഈ നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത, നിലമ്പൂരിൻ്റെ മാത്രമായിരിക്കും ആണെന്ന് പറഞ്ഞുകൂടാ, കേരളമാകെയാണ്. എന്നാലും പ്രത്യേകിച്ച് നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ ആഘോഷങ്ങളും ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ടാണല്ലോ ഓരോ ആഘോഷവും ഇപ്പം നിൽക്കുന്നത് മിക്കവാറും. പക്ഷെ നിലമ്പൂരിൽ അതെല്ലാം ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുക എന്നതാണ്. എല്ലാ വിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ എല്ലാവരുടെയും ആഘോഷങ്ങളാണ്, നാടാകെ ഏറ്റെടുക്കുന്ന ആഘോഷമാണ്. അപ്പോൾ ഇവിടെ വലിയ സാഹോദര്യത്തോടെ നാടാകെ എല്ലാ ആഘോഷങ്ങളിലും പങ്കാളികളാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കുട്ടിക്കാലം മുതലേ ഞങ്ങളെല്ലാം കണ്ടും അനുഭവിച്ചും ശീലിച്ചത് അങ്ങനെയാണ്. കുട്ടിക്കാലത്ത്, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തൊക്കെ വളരെ സജീവമായി ഇതുപോലെ പെരുന്നാൾ കാലത്തൊക്കെ എല്ലാവർക്കും ഒപ്പം ചേരുന്ന ഒരു എം സ്വരാജ് പിന്നീട് തട്ടകം പലയിടങ്ങളിലേക്ക് മാറുന്നുണ്ട്. എങ്കിൽ പോലും നാടിനോടുള്ള ഒരു അടുപ്പം, നാട്ടുകാരോടുള്ള ഒരു അടുപ്പം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് കൂടുതൽ സാധ്യത നൽകുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ നിശ്ചയിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ചാണല്ലോ പ്രവർത്തിക്കുക. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. അപ്പോൾ സർവകലാശാല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് SFIയുടെയും DYFIയുടെയും ഒക്കെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെയായി പ്രവർത്തിക്കേണ്ടി വന്നു. അപ്പോൾ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരമായിരുന്നു. അതിനുശേഷം മറ്റൊരു മണ്ഡലത്തിൽ നിയമസഭാംഗമായി പ്രവർത്തിച്ചപ്പോൾ അവിടെയാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഏൽപ്പിക്കപ്പെടുന്ന ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായിട്ടൊരു സമീപനം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും അപ്പോഴെല്ലാം നാട് ഇവിടെ തന്നെയാണ്. ഈ നാടും നാട്ടുകാരുമെല്ലാം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കൺമുന്നിലുള്ളവരാണ്. പിന്നെ ഈ എൻ്റെ നാട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകത, ഇവിടെ പോത്തുകല്ലാണ് എൻ്റെ ജന്മനാട്. അത് അവിഭക്ത ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പ്രത്യേക പഞ്ചായത്താണ്. ചുങ്കത്തറയാണ് ഞാൻ പഠിച്ചത്, കോളേജ് വിദ്യാഭ്യാസം. കുറച്ചു കാലം ഞാൻ എടക്കരയിലാണ് ജീവിച്ചത്. ഇപ്പം നിലമ്പൂരിലാണ്. ചുരുക്കി പറഞ്ഞാൽ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചെറുതല്ലാത്ത കാലയളവ് ജീവിച്ച, പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പര്യടന പരിപാടിയൊക്കെ കടന്നു പോകുമ്പോൾ എല്ലാ സ്ഥലത്തും കൂടെ പഠിച്ചവരോ ഒരുമിച്ച് പ്രവർത്തിച്ചവരോ അയൽപക്കക്കാരോ ഒക്കെ ആയ ആളുകളുണ്ട് എന്നത് വളരെ അവരെല്ലാം വീണ്ടും കാണാനും സൗഹൃദം പുതുക്കാനും എല്ലാം കഴിയുന്നതും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടേറിയ പ്രവർത്തനത്തിനിടയിൽ വളരെ നൈർമല്യമേറിയ ഒരനുഭവമാണ്. താങ്കളെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അറബിക്കഥയിലെ ആ ഗാനമാണ് ഓർമ്മ വന്നത്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാൻ ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. അപ്പോൾ ആ ഗ്രാമം കൊതിച്ചതുപോലെ സ്വന്തം മകൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ആ മകനെ MLA ആയി തെരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയും കേൾക്കാനായി നമ്മളും കാത്തിരിക്കുകയാണ് 23-ാം തീയതി. എല്ലാ ആശംസകളും ശ്രീ എം സ്വരാജ്.